കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ഒരു വീഡിയോ കണ്ടവരുടെയെല്ലാം നെഞ്ചുലച്ചു. 8 വയസ്സുകാരിയെ പിതാവ് അതിക്രൂരമായി മർദ്ദിക്കുന്നതായുള്ള ദൃശ്യം. കയ്യിൽ കത്തിയെടുത്ത് വെട്ടാൻ ഓങ്ങുമ്പോൾ അച്ഛ എന്ന് കുട്ടി കരഞ്ഞു വിളിക്കുന്നുണ്ട്. മുടിയിൽ പിടിച്ച് കുട്ടിയെ നിലത്തടിക്കുന്നതും ചുമരിലിടിക്കുന്നതും വലിച്ചിഴയ്ക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. എന്നെ തല്ലല്ലേ എന്നും കുട്ടി പറയുന്നു. അമ്മേ പേടിയാവുന്നു, ഒന്ന് വാ എന്ന് വീഡിയോയിൽ കുട്ടികൾ പറയുന്നുണ്ട്. ഒടുക്കം പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ വീഡിയോ പ്രാങ്കാണെന്ന്. കണ്ണൂർ ചെറുപുഴയിലാണ് സംഭവം. മലങ്കാവ് സ്വദേശിയായ മാമച്ചൻ മക്കളെ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. എന്നാൽ ഇത് പ്രാങ്ക് വീഡിയോ ആണെന്നാണ് കുട്ടികൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. മാമച്ചനുമായി അകന്നു കഴിയുന്ന ഭാര്യ തിരിച്ചു വരാനായി പ്രാങ്ക് വീഡിയോ ചെയ്തതാണെന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രാങ്കാണെങ്കിലും പോലീസ് കേസെടുക്കേണ്ട സംഭവം തന്നെയാണ് ഇത്. കാരണം കുട്ടികളെ ദുരുപയോഗപ്പെടുത്തിയെന്നതും ഗുരുതരമായ ആരോപണമാണ്. ഈ സാഹചര്യത്തിലാണ് പിതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കൽ സ്വദേശി ജോസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ജോസിനെ മാമച്ചൻ എന്നാണ് നാട്ടുകാർ വിളിക്കുന്നത്. ജോസിനെതിരെ കേസെടുക്കാൻ ജില്ലാ പോലീസ് മേധാവി അനൂജ് പലിവാൾ IPS ചെറുപുഴ പോലീസിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് നടപടി. മകളെ പിതാവ് ക്രൂരമായി മർദ്ദിക്കുകയും അരിവാളിന് വെട്ടാനോങ്ങുകയും ചെയ്യുന്ന വീഡിയോ ശ്രദ്ധിക്കപ്പെട്ടിട്ടും കേസെടുക്കാതിരുന്ന ചെറുപുഴ പോലീസ് നടപടിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു. കുട്ടിയുടെ വീട്ടിലേക്ക് അടിയന്തരമായി എത്താൻ ചൈൽഡ് ലൈൻ പ്രവർത്തകരോട് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ KV മനോജ് പോലീസിൽ നിന്നും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ മലയോര പ്രദേശമായ ചെറുപുഴയിൽ വാടക വീടെടുത്ത് താമസിച്ചു വരികയായിരുന്നു ജോസ്. അതേസമയം മാറി താമസിക്കുന്ന അമ്മയെ തിരികെ കൊണ്ടുവരാനുള്ള പ്രാങ്ക് വീഡിയോ ആണെന്നാണ് പിതാവിന്റെ വിശദീകരണം. ഇത് വിശ്വസിച്ചായിരുന്നു പോലീസ് കേസെടുക്കൽ നടപടി വൈകിച്ചത്. എന്നാൽ ഇതൊരു പ്രാങ്ക് വീഡിയോ അല്ലെന്ന് പോലീസ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. തല്ലരുതെന്ന കുഞ്ഞ് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് വീഡിയോയിൽ കേൾക്കാം. സംഭവം വിവാദമായതിനെ തുടർന്ന് പോലീസ് നടപടിയുമായി രംഗത്ത് വന്നത്. ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചതോടെ പോലീസ് ഇടപെട്ടിരുന്നു. ഈ സമയത്താണ് ചെറുപുഴ പോലീസിനോട് ഇത് പ്രാങ്ക് വീഡിയോ ആണെന്ന് കുട്ടികൾ മൊഴി നൽകിയത്. മാമച്ചനും ഭാര്യയും ഏറെക്കാലമായി അകന്നു കഴിയുകയാണെന്നാണ് വിവരം. മാതാവ് വീഡിയോ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയാണ് പ്രാങ്ക് വീഡിയോ ചെയ്തത് എന്നാണ് കുട്ടികളുടെ മൊഴിയിൽ പറയുന്നത്. കയ്യിൽ കത്തിയെടുത്ത് വെട്ടാനോങ്ങുമ്പോൾ അച്ഛ എന്ന് കുട്ടി കരഞ്ഞു വിളിക്കുന്നുണ്ട്. മുടിയിൽ പിടിച്ച് കുട്ടിയെ നിലത്തടിക്കുന്നതും ചുമരിലിടിക്കുന്നതും വലിച്ചെറിയുന്നതും ദൃശ്യങ്ങളിൽ കാണാം. എന്നെ തല്ലല്ലേ എന്ന് കുട്ടി പറയുന്നു. അമ്മ പേടിയാവുന്നു, ഒന്ന് വാ എന്ന് വീഡിയോയിൽ കുട്ടികൾ പറയുന്നതും ദൃശ്യങ്ങളിൽ കേൾക്കാം. ഇതുകൊണ്ട് തന്നെ ഇതൊരു പ്രാങ്ക് സ്വഭാവമുണ്ട്. അമ്മയെ വരുത്താനുള്ള തന്ത്രമായി വേണമെങ്കിൽ കരുതാം. എന്നാൽ കുട്ടികളെ ഉപയോഗിച്ച് പ്രാങ്ക് വീഡിയോ എടുക്കുന്നതും കുറ്റമാണ്. ഈ സാഹചര്യത്തിൽ മാമച്ചൻ ഉറപ്പായും കുടുങ്ങും.